അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ നിസ്കാരം പോലെയുള്ള ആരാധനാക്രമങ്ങൾ നിർബന്ധമാക്കിയപ്പോൾ അത്തരം ആരാധനകൾ നിർവഹിക്കാൻ ആവശ്യമായ ശുദ്ധീകരണവും നിർബന്ധമാക്കിയിട്ടുണ്ട്. സാധാരണ സാഹചര്യങ്ങളിൽ വുളൂഉം കുളിയുമാണ് ശുദ്ധീകരണത്തിനുള്ള മാർഗം. എന്നാൽ വെള്ളം ലഭിക്കാത്തപ്പോഴോ വെള്ളം ഉപയോഗിച്ചാൽ രോഗം വർദ്ധിക്കുമെന്നോ രോഗശാന്തി വൈകുമെന്നോ ഉള്ള യഥാർത്ഥ ഭയമുള്ളപ്പോഴോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ മഹത്തായ ഒരു ഇളവാണ് തയമ്മും. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, ഫലം തജിദു മാഅൻ ഫതയമ്മമു സ്വഈദൻ ത്വയ്യിബ. അഥവാ വെള്ളം ലഭിച്ചില്ലെങ്കിൽ ശുദ്ധമായ ഭൂമിയിൽ നിന്ന് നിങ്ങൾ തയമ്മും ചെയ്യുക. സൂറത്തുൽ മാഇദ 6-ാമത്തെ ആയത്താണിത്. പ്രിയമുള്ളവരെ, ആദ്യം നമുക്ക് തയമ്മുമിൻ്റെ രൂപം മനസ്സിലാക്കാം. ശാഫിഈ മദ്ഹബ് പ്രകാരം തയമ്മും ചെയ്യാൻ ശുദ്ധമായ പൊടിയുള്ള മണ്ണോ മണലോ വേണം. നനഞ്ഞ മണ്ണ്, പൊടിയില്ലാത്ത മണല്, ഇതൊന്നും തയമ്മുമിന് പറ്റില്ല എന്നർത്ഥം. ആദ്യം ശരീരത്തിലുള്ള നജസ്സുകൾ ശുദ്ധീകരിക്കണം. എന്നിട്ട് തയമ്മുമിന് നിയ്യത്ത് വെക്കണം. തുടർന്ന് 2 കൈപ്പത്തികളും ശുദ്ധമായ പൊടിയുള്ള മണ്ണിലോ അതല്ലെങ്കിൽ മണലിലോ സ്പർശിച്ച് മുഖം മുഴുവനും തടവണം. പിന്നീട് വീണ്ടും കൈകൾ മണ്ണിൽ സ്പർശിച്ച് ഇടത് കൈകൊണ്ട് വലത് കൈയും വലത് കൈകൊണ്ട് ഇടത് കൈയും കൈമുട്ടുകൾ ഉൾപ്പെടെ തടവണം. മുഖത്തിന് ശേഷം കൈകൾ തടവുക എന്ന ഈ ഒരു ക്രമം പാലിക്കൽ നിർബന്ധമാണ്. എന്നാൽ വലതു കൈക്ക് ശേഷം ഇടതു കൈ തടവുക എന്നുള്ള ക്രമം പാലിക്കൽ സുന്നത്താണ്. തയമ്മും ആരാധനയായതിനാൽ നിയ്യത്തും അതിൽ പാലിക്കപ്പെടേണ്ട ക്രമവും വളരെ പ്രധാനമാണ്.